വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഹാസ് വൺ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ടേബിളിൽ നിന്ന് ഒരു 1-to-1 റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യണം കേട്ടില്ലേ, എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാസ് മെനി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു എൻട്രി, ആ ടേബിളിലെ ഒരു എൻട്രിക്ക് റിലേറ്റഡ് ആയിട്ട് 3-4 അല്ലെങ്കിൽ എത്രയോ 10-20-100 എത്രയെങ്കിലും എൻട്രീസ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് ഡാറ്റ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കിപ്പോൾ എന്താവും, യൂസേഴ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലത്തെ യൂസറിൻ്റെ അഡ്രസ്സിൻ്റെ ഹാസ് വണ്ണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, തൽക്കാലത്തിന് യൂസറിൻ്റെ ഓർഡേഴ്സിൻ്റെ ഒരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതായത് ഓരോ യൂസറും എത്ര ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസറിൻ്റെ ഓർഡേഴ്സ് നോക്കാം. സോ PHP artisan make migration create orders table എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഓർഡേഴ്സ്, എൻ്റർ. സോ വെയിറ്റ് ചെയ്യാം, മൈഗ്രേഷൻ ക്രിയേറ്റ് ആവട്ടെ. മൈഗ്രേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ടേബിളിലേക്ക് വരാം. സോ ഇവിടെ നമുക്ക് ബിഗ് ഇൻക്രിമെൻറ്റ്സ് കൊടുക്കാം. ബിഗ് ഇൻക്രിമെൻറ്റ്സ് ഓർഡർ ID. ഓക്കെ, സോ ഓർഡർ ID. ഇനി നമ്മളെ റിലേഷൻ വരുന്നത് ഇവിടെയാണ്. സോ ടേബിൾ എന്താണ്, അൺസൈൻഡ് ബിഗ് ഇൻറ്റിജർ എന്താണ്, യൂസർ ID. ഓർഡർ ടേബിളിൽ ഒരു യൂസർ ID ഉണ്ടാവണം. അതിനെ ജസ്റ്റ് നള്ളബിൾ ആക്കി വെക്കാം. സോ ടേബിൾ ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാം. എന്താണ്, യൂസർ ID, റെഫറൻസസ്. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്ലിയർ ആവാത്തവർ അതിൻ്റെ അകത്ത് പോയാൽ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഓൺ യൂസേഴ്സ് ടേബിളിൽ ഇതിലേക്ക് റെഫറൻസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ടേബിളിൽ അടുത്ത നമുക്കൊരു ഓർഡറിൻ്റെ എമൗണ്ട് ഇടാം. സോ ഡബിൾ പ്രൈസ് 15,2 സോ ഇനി എന്താ, ടേബിൾ സ്റ്റാറ്റസ് ഇടാം. സോ ബൂളിയൻ സ്റ്റാറ്റസ്. സോ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്താക്കാം, 1 കൊടുക്കാം. സോ കമൻറ്റ് 1 ഈസ് പ്ലേസ്ഡ് ടു ഡെലിവേർഡ് എന്നുകൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റാറ്റസും കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് സംഭവം. അതായത് ജസ്റ്റ് ഒരു ഓർഡറിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, യൂസർ ID ആണ്. യൂസർ ID ഇതെല്ലാം ഫോറിൻ കീ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ. സോ നമുക്ക് എന്താക്കാം, PHP artisan മൈഗ്രേറ്റ് കൊടുക്കാം. സോ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നേരെ ടേബിളിൽ പോയി നോക്കാം ഓർഡേഴ്സ് ടേബിൾ വന്നോ എന്നുള്ളത്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഓർഡേഴ്സിൻ്റെ ടേബിളിലും നമ്മൾ കൊടുത്ത സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കാം. യൂസർ ID വന്നിട്ടുണ്ട്, ഇൻഡെക്സും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട്, പ്രൈസ് വന്നിട്ട്, സ്റ്റാറ്റസ് വന്നിട്ട്, എല്ലാം വന്നിട്ട്, ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി എന്താക്കണം, ഇതിനൊരു മോഡലും കൂടി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ PHP artisan make മോഡൽ ഓർഡർ. സോ മോഡൽ നെയിം ഒരിക്കലും പ്ലൂറലാവാൻ പാടില്ല, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്താക്കി, ഓർഡർ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോയി നോക്കാൻ വന്നിട്ടില്ലെന്ന്, വന്നിട്ടുണ്ട്, ആള് വന്നിട്ടുണ്ട്. സോ നമുക്കിനിയിപ്പോൾ യൂസറിനെ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത വ്യൂ പേജിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താക്കാം, ഈ ഹാസ് ഒക്കെ എടുത്ത് ഞാൻ കളയുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ യൂസറിൻ്റെ അകത്ത് നമുക്ക് എന്താക്കാം, ഓർഡേഴ്സിനെ കാണിക്കുന്ന തരത്തിലേക്ക് ആക്കാം. സോ യൂസറിൻ്റെ വ്യൂ പേജിൻ്റെ അകത്ത് ഓർഡേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോൻ്റെ എഡിറ്റിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിസ്റ്റം കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഞാൻ സാധാരണ രാത്രിയിൽ ഇട്ട് വെക്കാറുള്ളതാണ്. സോ ഇത് ഞാൻ ഈ റിലേഷൻഷിപ്പ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം തന്നെ ചെയ്തത്. ഓക്കെ, സോ ചെറിയൊരു ലാഗ് വരുന്നുണ്ട് സിസ്റ്റത്തിന്, എന്താണെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഓക്കെ, സോ നമ്മൾ വ്യൂ പേജിലേക്ക് വന്നു. വ്യൂ പേജിൽ നമ്മൾ യൂസറിൻ്റെ ബേസിക് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും കാണിച്ചു. ഇനി നമുക്ക് എന്താക്കാം, ഒരു HR കൂടി ഇട്ടിട്ട് എന്താക്കാം, H1 ആയിപ്പോയി, HR ഹൊറിസോണ്ടൽ ലൈൻ ബ്രേക്ക് കൊടുത്ത് നമുക്ക് എന്താക്കാം, ഒരു H5 നമുക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണിക്കാം. സോ UL LIN അതിൻ്റെ അകത്ത് കിടക്കട്ടെ.
സോ നമുക്കിപ്പോൾ എന്താക്കണം, ഈ യൂസറിൻ്റെ ഓർഡേഴ്സ് എല്ലാം കിട്ടണം. സോ നമുക്ക് എന്താക്കാം, അതേപോലെ തന്നെ നമ്മൾ #1 എഴുതിയ പോലെ തന്നെ നമുക്ക് എന്താക്കാം, #many റിലേഷൻഷിപ്പ് എഴുതാം. സോ #1 അഡ്രസ്സ് നമ്മൾ എഴുതിയ ഇവിടെ ഉണ്ട്. സോ അതേപോലെ നമുക്ക് എന്താക്കാം, പബ്ലിക് ഫംഗ്ഷൻ ഓർഡേഴ്സ്. ആ റിലേഷൻഷിപ്പിൻ്റെ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവണം ഇത് #1 ആണോ #many ആണോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് സിംഗുലർ പ്ലൂറൽ അവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. സോ അഡ്രസ്സ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ തന്നെ അത് സിംഗുലർ ആണ്, അത് #1 റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് #many റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലായി. സോ റിട്ടേൺ $this #many ഇങ്ങനെ വിളിച്ചു കൊടുക്കാം. ഏത് ടേബിളിലേക്ക്, ഏത് മോഡലിലേക്ക്, ഓർഡർ എന്ന് പറയുന്ന മോഡലിലേക്ക് #many ആണ്. ഓക്കെ, എന്താണ് അതിൻ്റെ ഇൻഡെക്സും വാല്യൂസും, യൂസർ ID എന്ന് പറയുന്ന ഓർഡർ ടേബിളിലെ യൂസർ ID ഈ ടേബിളിലെ യൂസർ ID ആയിട്ട് മാച്ചിങ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, കൊള്ളാലോ. അപ്പോൾ യൂസറിൻ്റെ ഓർഡേഴ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കുറച്ച് 2-3 വാല്യൂസ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ യൂസർ ID 1 തന്നെ ആക്കിയിട്ട് നമുക്ക് പ്രൈസ് ഒരു 355, സ്റ്റാറ്റസ് 1 തന്നെ കിടക്കട്ടെ. ക്രിയേറ്റഡ് അറ്റും അപ്ഡേറ്റഡ് അറ്റും നമുക്കിവിടെ കൊടുക്കുന്നു, ഗോ കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് 2-3 ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ കോപ്പി 345 പകരം ഒരു എത്രയെങ്കിലും കിടക്കട്ടെ. എന്തായാലും ID എന്തായാലും ഒന്നിൻ്റെ അല്ലേ. സോ റിഫ്രഷ് ചെയ്യുന്നു. അടുത്തത് അത്ര വലുതുകൊണ്ടല്ലേ. സോ ഇതാക്കുന്നു. ഓക്കെ, 3 എണ്ണം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 ഓർഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ ഇവിടെ യൂസറിൻ്റെ മോഡലിൽ വന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. സോ അഡ്രസ്സിലേക്ക് റിലേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് യൂസറിൻ്റെ വ്യൂ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ എന്താക്കാം, ഇവൻ്റെ ഓർഡേഴ്സ് എന്താ കാണിച്ചു കൊടുക്കാം. സോ ഓർഡേഴ്സ് കാണിച്ചു കൊടുക്കാം. നമുക്ക് തൽക്കാലം ഒരു ടേബിൾ അങ്ങ് എടുക്കാം. ടേബിൾ ഹെഡിൻ്റെ ഉള്ളിൽ TDൻ്റെ ഉള്ളിൽ TR എടുക്കട്ടെ. സോ ഇവിടെ നമ്മൾ TRൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്താക്കുന്ന ഓർഡർ ID എന്ന് പറഞ്ഞിട്ട് ID ഇട്ട് കൊടുക്കാം. സോ ഓർഡർ IDൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ദെൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും കൊടുക്കാം. ഓക്കെ, ഓർഡർ പ്ലേസ്ഡ് അറ്റ് എപ്പോഴാണ് പ്ലേസ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഹെഡ് കഴിഞ്ഞ് നമുക്കൊരു ബോഡി സ്റ്റാർട്ട് ചെയ്യാം. ബോഡീൻ്റെ ഉള്ളിൽ TR മതി. തെറ്റുണ്ടല്ലോ ചെയ്തല്ലേ. TR ആദ്യം, ദെൻ TD. സോ ഇതിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പോയാൽ Ctrl+D അടിച്ചു കഴിഞ്ഞാൽ 3 ഒറ്റയടിക്ക് മാറ്റി കിട്ടും TD. ഓക്കെ, സോ ഇത് TR ആണ്. സോ അടുത്ത TR ഇവിടെ ചെയ്താൽ ഇവിടെ TD. നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താ, ഓർഡറിൻ്റെ ID ആണ്. ഓക്കെ, സോ ഇവിടെയാണ് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 കോളംസ് അല്ല ഉള്ളത്, 4 കോളംസിന് നമ്മൾ. സോ ഇനി നമുക്ക് ഈ ബോഡിയിലെ TRനെയാണ് ഓർഡേഴ്സിനെ വെച്ചിട്ട് ഫെച്ച് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താക്കണം, ഇവിടെ യൂസർ എന്ന് പറയുന്നതിലേക്ക് വിളിച്ച് യൂസറിൻ്റെ ഫൈൻഡ് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട്, യൂസറിൻ്റെ ഡീറ്റെയിൽസ് അല്ലാണ്ട്. ഓക്കെ, ഇനി നമ്മൾ വ്യൂ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ സ്ഥിതി നോക്കി. ഓക്കെ, വ്യൂ പേജിൽ പോയി നോക്കിയാൽ അവിടെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു റീഡ് എറർ അഡ്രസ് ലൈൻ 1 അഡ്രസ്സ് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ അഡ്രസ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അഡ്രസ്സ് ഒന്ന് ഇട്ട് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഇവന്മാർ കച്ചറുണ്ടാക്കും. സോ ഇതൊരു ബിൽഡിംഗ് മാങ്കാവ് കാലിക്കറ്റ് പോസ്റ്റ് കോഡ് 67312 എന്തെങ്കിലും കൊടുക്കട്ടെ. സ്റ്റേറ്റ് കേരള. സോ ഇതിലേക്ക് വന്നു, ഇതിൽ റീഫ്രഷ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം, എറർ പോയിട്ടുണ്ടാവും. സോ ഇത് കണ്ടല്ലേ, അയാളുടെ പേര്, ഇത് യൂസർ ടേബിളിൽ നിന്നുള്ള ഇത്രയും ഡാറ്റ എടുത്തു വെച്ചു, നമ്മൾ അഡ്രസ് ടേബിളിൽ നിന്നുള്ള ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു. ഓക്കെ, ഇനി ഈ ഓർഡർ ടേബിളിൻ്റെ അകത്ത് ഇത് വന്നിട്ടുണ്ട്. സോ ഓർഡർ ടേബിളിന് നമുക്കൊരു ബൂട്ട്സ്ട്രാപ്പ് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ടേബിൾ ഇങ്ങോട്ട് വിളിച്ച് നോക്കാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ബൂട്ട്സ്ട്രാപ്പ് ഉണ്ടാവും. ടേബിളിൻ്റെ ഇത് വിളിച്ചാൽ ഓക്കെ, ടേബിളിൽ ഇതേക്ക് വന്നു. ഓക്കെ, സോ നമ്മൾ എന്താക്കുന്നു, ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഓർഡേഴ്സ് കാണണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം, ഫോർ ഈച്ച് ആരെ ചെയ്യണം, ഫോർ ഈച്ച്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർഡേഴ്സ് ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു സംഭവം ഉള്ളത്. യൂസറിൻ്റെ ഉള്ളിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് വിളിച്ചിട്ടുണ്ട്, അതിനെ ഫോർ ഈച്ച് ചെയ്യാലോ. അത് മെനി ഉള്ളതല്ല, 1 to many ഉള്ളതല്ല. സോ ഓർഡേഴ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്ന ഏലിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് എന്താക്കാം,
ഓർഡറിൻ്റെ ഉള്ളിലെ ഐ ഡി ഇല്ല, ഓർഡർ ഐ ഡി ഇവിടെ ചെയ്യാം. സോ ഇവിടെ ഒരു വേരിയബിൾ ഡോളർ ഇടാം. സോ ഓർഡർ ഐ ഡി ഇവിടെ കിട്ടുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. അല്ലേ 1 2 3 വന്നിട്ടുണ്ട്, അവിടെ 1 2 3 ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത എന്താ ഉള്ളത്, ഓർഡറിൻ്റെ ഉള്ളിലെ പ്രൈസ്. സോ പ്രൈസ് ഇങ്ങോട്ടേക്ക് കിട്ടി. പ്രൈസ് വരുന്നുണ്ടോ? അല്ലേ പ്രൈസും വരുന്നുണ്ട്. സോ ഇതൊരു പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്പർ ഫോർമാറ്റ് എന്നിട്ട് വിളിച്ചു കൊടുത്താൽ കുറച്ചുകൂടി സന്തോഷമായിക്കോളും ആ വേരിയബിളിന്. 2 ഡിജിറ്റ് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ സോ ഇതൊരു നമ്പർ ഫോർമാറ്റിലേക്ക് മാറി. ഇനി അതിൻ്റെ സ്റ്റാറ്റസ്. സോ സ്റ്റാറ്റസ് നമുക്ക് എന്താക്കണം, ഒരു ഇത് എഴുതി വെക്കാം അല്ലേ. സോ അത് നമുക്ക് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നുള്ളത് കോപ്പി ചെയ്തിട്ട് നമുക്ക് യൂസർ ഓർഡറിൻ്റെ മോഡലിൽ കൊണ്ടുപോയിട്ട് അങ്ങ് എഴുതി വെക്കാം. സോ ഗെറ്റ് സ്റ്റാറ്റസ് ടെക്സ്റ്റ്, റിട്ടേൺ സ്റ്റാറ്റസ് 1 ആണെങ്കിൽ എന്താണ്, പ്ലേസ്ഡ് ആണ്, അല്ലാത്ത സമയത്തൊക്കെ ഡെലിവേർഡ് ആണ്. ഓക്കെ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രൊട്ടക്റ്റഡ് ഡോളർ അപ്പൻസ് സ്റ്റാറ്റസ് ടെക്സ്റ്റ്. സോ നമുക്ക് ഈ സ്റ്റാറ്റസ് ടെക്സ്റ്റ് ഇനി എല്ലായിടത്തും യൂസ് ചെയ്യാം. സോ എന്തായി, ഡോളർ ഓർഡറിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അതേപോലെ അടുത്തത് ഓർഡറിൻ്റെ വേരിയബിൾ നെയിം ഡോളർ ഇട്ടിട്ട് ക്രിയേറ്റഡ് അറ്റ് 3 വിളിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ആണല്ലേ ഫുള്ള് ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടേബിളിനൊന്ന് അൾട്ടർ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ അൾട്ടർ ചെയ്യല്ല, ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് നോക്കി നോക്കാം. യൂസറിൻ്റെ ഓർഡേഴ്സ് ടേബിളിൽ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് രണ്ടാമത്തെ സ്റ്റാറ്റസ് മാറ്റി ഞാൻ 2 ആക്കുന്നു, ഡെലിവേർഡ് ആക്കുന്നു. ഇവിടെ വരുമോ നോക്കാം. സോ ഇത് മാറ്റി കണ്ടല്ലേ, ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനം വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. സോ ഇത് നോക്കിയാൽ ഒരൊറ്റ കോഡ്, അതായത് യൂസർ എന്ന് പറയുന്നതിനെ മാത്രം വിളിച്ചു, യൂസർ വന്നു, അതിൻ്റെ അഡ്രസ്സ് വന്നു, അതിൻ്റെ ഓർഡേഴ്സും വന്നു. ഇവിടെ എന്താ കോഡിൻ്റെ അകത്തുള്ളത് നോക്കിയാൽ നിങ്ങൾ. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് യൂസറിൻ്റെ അകത്ത് ജസ്റ്റ് ആ യൂസറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഡീബഗ് ബാർ ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് വന്നിട്ട് നോക്കി നോക്കുന്നുണ്ടല്ലേ. സെലക്ട് സ്റ്റാർട്ട് ഫ്രം യൂസേഴ്സ് വേർ യൂസർ ഐ ഡി. ഇതാണ് നമ്മൾ ബേസ് ക്വറി, നമ്മൾ കൺട്രോളറിൽ വിളിക്കുന്ന ക്വറി ഇതാണല്ലേ. ഇത് 54ാമത്തെ ലൈനിൽ വിളിക്കുന്നതാണ്. അടുത്ത സെലക്ട് സ്റ്റാർട്ട് ഫ്രം യൂസർ അഡ്രസ്സസ് ടേബിളിൽ പോയിട്ട് ഇവിടെ നിന്ന് കിട്ടിയ റിസൾട്ടിൻ്റെ യൂസറിൻ്റെ ഐ ഡി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താക്കുന്നു, ഇവർ യൂസർ അഡ്രസ്സ് എടുക്കുന്നത്. അടുത്ത സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഓർഡേഴ്സിൽ പോയിട്ട് ഈ ഓർഡറിലെ യൂസർ ഐ ഡി പോയിട്ട് എടുത്തുണ്ട്. 3 സെലക്ട് കുറയിൽ ഇവിടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു ജോയിനും ഇല്ല, ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ഓക്കെ. സോ ഇത്രയും സിമ്പിളാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ സ്ഥലത്ത് യൂസറിനെ വിളിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസറിൻ്റെ മോഡൽസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോഡൽസിൻ്റെ യൂസറിൻ്റെ ഉള്ളിൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ചു കൊടുത്താൽ മതി. സംഭവം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളും ഇല്ല. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ യൂസറിൻ്റെ അകത്ത് ഇവിടെ കിടക്കുന്നുണ്ടല്ലേ, ഇവിടെ നമുക്ക് യൂസർ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂസറിന് എത്ര ഓർഡേഴ്സ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് MySQL ഒക്കെ മറന്നുപോയി അതിൻ്റെ അകത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്, ജസ്റ്റ് എന്തൊക്കെയോ കൗണ്ട് എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, ഇതാണ് നമ്മുടെ ഹോം പേജ്. ഇവിടെ യൂസറിൻ്റെ അകത്ത് വിത്ത് ട്രാഷ്ഡ് നമ്മൾ എന്താക്കുന്നത്, കുറേ യൂസറിന് എടുക്കുന്നതിന് വരുന്നുണ്ട്. സോ ഇവിടെ വരും നമുക്ക് എന്തൊക്കെ വിത്ത് കൗണ്ട്, ആരെ കൗണ്ട്, റിലേഷൻഷിപ്പിൻ്റെ പേരങ്ങ് എഴുതി കൊടുക്കുക, ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുക്കുക. സോ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വിളിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും കൗണ്ട് വരുമോ? ഇല്ല, കൗണ്ട് വരുന്നത് കൗണ്ടിനെ വിളിക്കണ്ടേ. സോ കൗണ്ട് ഇവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണം ഈ കൗണ്ടും കൂടി വരണം എന്നുള്ളത്. സോ നമുക്ക് എന്താക്കാം, ഈ സ്റ്റാറ്റസിൻ്റെ മുന്നേ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടി ഇടാം. സോ സ്റ്റാറ്റസിൻ്റെ മുന്നേ യൂസറിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നത്, ഓർഡേഴ്സ് കൗണ്ട് എന്താണെന്ന് തോന്നുന്നു, ഞാൻ തോന്നുന്നു ഓർഡർ കൗണ്ട് അല്ല, ഓർഡേഴ്സ് കൗണ്ട് റിലേഷൻഷിപ്പ് _ കൗണ്ട് എന്ന് വിളിച്ചാൽ കിട്ടും തോന്നുന്നു. നോക്കാം. സോ റീഫ്രഷ് ചെയ്യുന്നു. അല്ലേ കറക്റ്റായി, ഓർഡേഴ്സിൻ്റെ ഉള്ളിലെ കൗണ്ട് വന്നു. സോ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത് നോക്കിയേ, ഈ യൂസറിൻ്റെ ടേബിളിൽ ആദ്യം ഇതെടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് ഇതുണ്ട് നോക്കി, ഈ കോഡിൻ്റെ സെലക്ട് ചെയ്യുന്ന ഇവിടെ ഡാറ്റ എടുക്കുന്ന ഈ ഒരൊറ്റ കൊറിയുള്ളൂ, ഒറ്റ കൊറിയൻ്റെ ഉള്ളിലാണ് ഇത് ഫുള്ള് പോയി വന്നിരിക്കുന്നത്. സെലക്ട് കൗണ്ട് ഓർഡറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അവരെന്താ വെച്ചാൽ കാട്ടട്ടെ. നമ്മൾ ഇവരോട് ഇരുന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് റിലേഷൻഷിപ്പ് പഠിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ അകത്ത് ഇവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതിനെപ്പറ്റിയൊന്നും ഗൂഢാലോചന നടത്തേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് അവരെന്താ വെച്ചാൽ കാട്ടട്ടെ, അത്ര തന്നെ. സോ ഇത്രേ ഉള്ളൂ. ഇനി അതേപോലെ ഇനി നിങ്ങൾക്ക് ഒരു കേസ് വരികയാണ്, ഇവിടെ ഓർഡർ ഉള്ള ആൾക്കാരെ മാത്രം കാണിക്കേണ്ടി വരിക എന്നുള്ളത് ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, #1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം #എന്തുട്ട്
ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാം. സോ ഓർഡർ ഉള്ള ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ. സോ നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓർഡർ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇവിടെ ഓർഡർ വരും. സോ അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കൊറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു വേറെ എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി വന്ന് കയറിയിട്ടുണ്ട്. സോ അത് അവിടെ അവന്മാർ ഹാൻഡിൽ ചെയ്തോളും, ഹാസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ. ഇനി നിങ്ങൾക്ക് ഓർഡർ ഇല്ലാത്ത ആൾക്കാരെ കിട്ടണമെന്ന് വിചാരിക്കാം. സോ അപ്പം ഡസിൻ്റെ ഹാസ് ആണെന്ന് തോന്നുന്നു, ഡസിൻ്റെ ഹാസ് എന്നാണെന്ന് തോന്നുന്നത്. റിഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. അല്ല, തെറ്റാണ്. ഡസിൻ്റെ ഹാവ് ആണോ? ഡസിൻ്റെ ഹാവ്. ഒരു മിനിറ്റ് നോക്കി നോക്കട്ടെ. ലാറവൽ റിലേഷൻ ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതിൻ്റെ അകത്ത് എവിടെയാണെന്നുള്ളത്. ഡസൻറ്റ് കൊറിയൻ ട്രെയിൻ ഫിൽറ്ററിങ് കൊറിയൻ റിലേഷൻഷിപ്പ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും, എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഹാസ് കമൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഹാസ് ദെൻ ആബ്സെൻസ് ഡസിൻ്റ് ഹാവ് എന്നാണ്, ഹാസ് എന്നല്ല. ഡസിൻ്റെ ഹാവ് കൊടുത്താൽ നിങ്ങൾക്ക് ഓർഡർ ഇല്ലാത്ത ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? ആരുമില്ല, അതുകൊണ്ട് അതവിടെ കാണിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പൊടിക്കായുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് നോക്കുക. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാലത്ത് എനിക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയുണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. സോ ജസ്റ്റ് ഇത്രയുള്ള ഹാസ്മെനി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണ്ടോ, ഏതൊക്കെ സ്ഥലത്ത് യൂസേഴ്സിനെ വിളിക്കുന്നുണ്ടോ, യൂസറിനെ വിളിക്കുന്നുണ്ടോ, മോഡൽ വിളിക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഇനിയും വേറെ 2-3 കാര്യങ്ങളുണ്ട്. പോളിമോർഫിക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതുപോലത്തെ കുറേ സെക്ഷൻസ് ഇനിയും കിടക്കുന്നുണ്ട്. സോ ടൈം കിട്ടാന്നുണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയും ഞാൻ. സോ അതായത് ഈ ഹാസ് വണ്ണും ഹാസ് മെനീസും മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. മെയിൻലി എല്ലാ തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാനൊക്കെ എത്രയോ 1-2 തവണ ഞാൻ ആകെ ഇതിൻ്റെ മുകളിലുള്ള പോളിമോർഫിക് അങ്ങനത്തെ കുറച്ച് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഹാസ് വണ്ണും ഹാസ് മെനിയും മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താന്നുള്ളത് തറായിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തേത്. ഹാസ് മെനി എന്താന്നുള്ളത് പറഞ്ഞു. സോ ഹാസ് വണ്ണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു. സോ ഇതാണ് ഇത്രയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം. സോ ഇതിൽ എന്താ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എല്ലാവരെയും കൊണ്ട് കാണിപ്പിക്കാൻ നോക്കട്ടോ. ഓക്കെ, സോ ശരി എന്നാൽ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.